Hello friends, welcome to my channel Malabar Classic Kitchen. ഇന്ന് ഞാൻ വീണ്ടും കറീസിൻ്റെ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പേ കറീസിൻ്റെ ബട്ടർ ചിക്കൻ ഇൻസ്റ്റൻറ്റ് കറി മിക്സിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് കറീസിൻ്റെ ചിക്കൻ ഗീ റോസ്റ്റ് ഇൻസ്റ്റൻറ്റ് മിക്സ് ആണ്. ബട്ടർ ചിക്കൻ വാങ്ങുന്ന ടൈം തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു ചിക്കൻ റെസിപ്പിയായിരുന്നു ഇത്. ചിക്കൻ ഗീ റോസ്റ്റ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അതിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് കിട്ടുന്ന സ്ഥിതിക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പാക്കിങ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ പുറകുവശത്തിൽ ഇത് ഉണ്ടാക്കാനുള്ള 3 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 245 രൂപയാണ്. ഷിപ്പിംഗ് ചാർജസ് കൂട്ടി 299 രൂപയാണ് കേട്ടോ. ഇത് 8 പേർക്ക് സെർവ് ചെയ്യാം. ഇത് മാനുഫാക്ചറിംഗ് ഡേറ്റിൽ നിന്നും 18 മാസം വരെ യൂസ് ചെയ്യാം. ഇനി ഈ ഒരു പാക്കറ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ മസാല നല്ല നീറ്റായിട്ടുള്ള പാക്കറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു സീൽഡ് പാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 5 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേഷനാണ്. അതിനായി ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് ചിക്കൻ സോട്ട് ചെയ്യലാണ്. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു കടായിലോട്ട് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി ഇതിലോട്ട് ചിക്കൻ ഗീ റോസ്റ്റ് മസാല മുഴുവനായി ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് തുറന്നു നോക്കാം. ഈ ഒരു ഗ്രേവി തിക്കാവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മസാല നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറീസിൻ്റെ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞാനിതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളൂ. ഈ ഒരു പാക്കറ്റിൽ എഴുതിയതുപോലെ തന്നെ 8 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ ഇത് ഉള്ളത്. ഇതിൽ നിന്ന് വരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അതേ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ഇനി സമയം കളയുന്നില്ല, ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
വാവ്, സൂപ്പർ! ഞാൻ ഇതുവരെ കഴിച്ച ചിക്കൻ ഡിഷസിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് സേഫായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ചോറ്, നെയ്ച്ചോറ്, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇത് ആമസോണിലും കറീസിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കി അവരുടെ ഫാമിലിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇത് ശരിക്കും യൂസ്ഫുൾ ആവുന്നത്. ഇത് യൂസ് ചെയ്താൽ കുറഞ്ഞ ടൈമിൽ നമുക്കൊരു കിടിലൻ ഡിഷാണ് തയ്യാറാവുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.